Hi traders, welcome back to Market Waves. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കാം. ആദ്യം 7/3/2025 വെള്ളിയാഴ്ച 22,536 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് ഒരു 15 പോയിന്റ് ഗ്യാപ് ഡൗണിൽ 22,521 എന്ന ലെവലിലായിരുന്നു. ഹൈ ലോ എന്നിവ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം ഇന്ന് ഏകദേശം 235 പോയിന്റുകളുടെ ഒരു മൂവ്മെന്റ് ആണ് ഇന്ന് നിഫ്റ്റി തന്നിട്ടുള്ളത്. ഓപ്പൺ ചെയ്ത ആദ്യം തന്നെ തൊട്ട് താഴെ രേഖപ്പെടുത്തിയിരുന്ന മൈനർ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു എങ്കിലും വളരെ പെട്ടെന്ന് ആദ്യത്തെ 5 മിനിറ്റ് നല്ല വോളറ്റൈൽ ആയിരുന്നു മാർക്കറ്റ് എന്ന് വേണം പറയാൻ. എന്നാൽ ഇത് കൃത്യമായും ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കിയവരുമുണ്ട്. എന്നാൽ ചിലർക്കെങ്കിലും സ്റ്റോപ്പ് ലോസ് തലങ്ങും വിലങ്ങും കിട്ടിയിരുന്നു. എന്നാൽ പിന്നീട് കറക്റ്റ് ഡയറക്ഷനിൽ ചെറിയ ടൈം ഫ്രെയിമിൽ പരിശോധിക്കുമ്പോൾ പ്രൈസ് അപ്വേർഡ് പോവുകയാണ് എന്ന് തിരിച്ചറിഞ്ഞവർ വളരെ ക്ലോസ് ആയ സ്റ്റോപ്പ് ലോസിൽ നിന്നുകൊണ്ട് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് പ്രോഫിറ്റ് നേടിയിട്ടുണ്ട്. നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് ലെവൽ കഴിഞ്ഞ ദിവസത്തെ ഉയരമായിരുന്നു. അതിനു മുകളിൽ കുറച്ചേറെ ഉയരത്തിലായിരുന്നു നമ്മൾ രേഖപ്പെടുത്തിയിരുന്നത് എങ്കിലും അത്രത്തോളം പ്രൈസിന് പോകാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇവിടെ നിന്നും ഈ ലെവൽ വീണ്ടും സപ്പോർട്ട് എടുത്ത് അപ്വേർഡ് പോകേണ്ടതിന് പകരം പ്രൈസ് ഡിക്ലൈൻ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈൻ കൃത്യമായും വീണ്ടും ട്രേഡ് ചെയ്തു. അപ്പോൾ ട്രേഡ് ചെയ്തെങ്കിൽ പോലും അതുവരെ രേഖപ്പെടുത്തിയ ഉയരം നൽകുന്നില്ല എന്ന് 2 പ്രാവശ്യം ശ്രമിച്ചിട്ടും നമുക്ക് കാണാൻ കഴിയുന്നതായിരുന്നു. അപ്പോൾ ഇവിടെ സെല്ലിംഗ് പ്രഷർ ഇതിന് മുകളിൽ ഹോൾഡ് ആകുന്നില്ല. കഴിഞ്ഞ ദിവസത്തെ വെള്ളിയാഴ്ചത്തെ ഉയരത്തിന് മുകളിലോട്ട് പ്രൈസ് സ്റ്റേ ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതായിരുന്നു. ഈ റിവേഴ്സൽ ട്രേഡ് ചെയ്തവരും ഇവിടെ നിന്ന് വീണ്ടും കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് പുതിയ ടാർഗറ്റിന് വേണ്ടി പ്രതീക്ഷിച്ച് നിന്നവർ ഇവിടെ നിന്നും ചെറിയ പ്രോഫിറ്റ് എടുത്ത് പിന്നീട് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് പ്രോഫിറ്റ് നേടിയവരുമുണ്ട്. എന്നാൽ ഈ ഏരിയയിൽ ഒന്ന് കൺസോൾഡേറ്റ് ചെയ്ത് പ്രൈസ് ബ്രേക്ക് ഡൗൺ സൈഡിലേക്ക് തന്നു. അതിനുശേഷം വീണ്ടും അപ്വേർഡ് ശ്രമിച്ചു. ഇതും ട്രേഡ് ചെയ്ത് നോക്കിയിരുന്നു എങ്കിലും പുതിയ ഉയരത്തിലോട്ട് പോകത്തക്ക രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് ലഭിക്കുന്നില്ല. ഇവിടെ നിന്ന് വീണ്ടും റിവേഴ്സലായി. എന്നാൽ വളരെ ശ്രദ്ധാപൂർവ്വം നോക്കി നിന്ന് കൃത്യമായ ഓപ്പർച്യൂണിറ്റിയിൽ ട്രേഡ് ചെയ്ത് ഈ ലെവല് പ്രോഫിറ്റ് നേടിയ പലരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇത്രയുമാണ് ട്രേഡിംഗ് ചാൻസുകൾ ഉണ്ടായിരുന്നത്. ശ്രദ്ധാപൂർവം ട്രേഡ് ചെയ്യുന്നവർക്ക് നല്ല അവസരങ്ങൾ ലഭിച്ചു എന്ന് വേണം പറയാൻ. P&Lകൾ കിട്ടിയതിൽ പലരുടെയും സ്റ്റോപ്പ് ലോസുകൾ ഹിറ്റ് ചെയ്തിരുന്നു എങ്കിൽ പോലും അതിനെ മറികടന്ന് നല്ല പ്രോഫിറ്റിലോട്ട് അവരുടെ P&Lകൾ കൺവേർട്ട് ചെയ്യാൻ ഓരോരുത്തർക്കും സാധിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ലഭിക്കുന്ന പല P&Lകളും അവരുടെ ഒരു ശബ്ദ സന്ദേശത്തിനൊപ്പം ഞാൻ നമ്മളുടെ പബ്ലിക് ചാനലിൽ ഷെയർ ചെയ്യാറുണ്ട്. എന്നോട് പലരും വാട്സാപ്പിൽ ചോദിക്കാറുണ്ട്, സാർ എന്തെങ്കിലും ലെവൽ കൊടുക്കുന്നുണ്ടോ എന്ന്. ഈ ടെലിഗ്രാം ചാനൽ എന്ന് പറയുമ്പോൾ എല്ലാവരും കരുതുക ഞാൻ ട്രേഡിംഗ് സജഷൻ നൽകുന്നു എന്നാണ്. ഞാൻ എന്നാൽ അത്തരത്തിൽ യാതൊരുവിധ സജഷനും നൽകുന്നില്ല. നമ്മളുടെ ലെവലുകളെ മനസ്സിലാക്കാനും അവ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്താൻ കഴിയുക എന്ന് തിരിച്ചറിഞ്ഞവരും കൃത്യമായും ട്രേഡ് സ്വയം കണ്ടെത്തി ട്രേഡ് ചെയ്തതിൻ്റെ P&Lകളും അവയുടെ ശബ്ദ സന്ദേശങ്ങളും മാത്രമേ ഞാൻ നമ്മുടെ പബ്ലിക് ടെലഗ്രാം ചാനലിൽ കൂടി പങ്കുവെക്കുന്നുള്ളൂ. അല്ലാതെ യാതൊരുവിധ ട്രേഡിംഗ് സജഷൻസും നൽകുന്നില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. താല്പര്യമുള്ളവർക്ക് വീഡിയോയുടെ താഴെ സ്ഥിരമായി ആ ലിങ്ക് പോസ്റ്റ് ചെയ്യാറുണ്ട്. പബ്ലിക് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ എൻ്റെ വാട്സപ്പ് നമ്പറുമുണ്ട്. ഞാനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നവർക്ക് കൃത്യമായും ആ നമ്പർ ഉപയോഗിച്ച് വാട്സപ്പ് വോയിസ് മെസ്സേജിലൂടെ കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നെ വിളിക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ കോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് കോൺടാക്റ്റ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നവർ അത്തരത്തിൽ ചെയ്യണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഇന്ന് ലഭ്യമായ ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളത്തേക്ക് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്തായിരിക്കാം എന്ന് പരിശോധിക്കാം. 22,440 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെ ഒരു മൈനർ സപ്പോർട്ടായി 22,396 എന്ന ലെവലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ പ്രധാന റെസിസ്റ്റൻസായി വരാൻ സാധ്യതയുള്ളത് 22,633 ലെവലാണ്. അതിനു മുകളിൽ ഇന്നത്തെ ഉയരം രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ പ്രധാന റെസിസ്റ്റൻസ് താഴെയായി ഒരു മൈനർ റെസിസ്റ്റൻസ് 22,588 എന്ന ലെവലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസായി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. പ്രധാന ടാർഗറ്റ് 22,633 എന്ന ലെവലാണെങ്കിൽ പോലും ഇവിടെ മൈനർ റെസിസ്റ്റൻസായി രേഖപ്പെടുത്തിയിട്ടുള്ള 22,588 എന്ന ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ
വീണ്ടും കോൾ ഓപ്ഷൻ ബൈ ചെയ്യും. ഡേയ്സ് ലോ ആയിരിക്കും സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് വീണ്ടും 15 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിലുകൾ ക്ലോസ് ആവുകയാണ് എന്ന് വന്നാൽ തുടർന്ന് മുകളിൽ രേഖപ്പെടുത്തിയ ടാർഗറ്റുകൾ ലഭിച്ചേക്കാം എന്നാണ് കണക്കാക്കുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവലുകൾ ഏതെങ്കിലും ഒന്ന് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് ഇൻഡെക്സ് വീക്ക് ആകുകയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആദ്യം ലഭിക്കേണ്ട പ്രധാന ടാർഗറ്റ് 22,353 എന്ന് പറയുന്ന മൈനർ സപ്പോർട്ടാണ്. അതിന് താഴെ ക്ലോസ് ചെയ്താൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ അങ്ങനെ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് വീണ്ടും പ്രൈസ് 5 മിനിറ്റ് 15 മിനിറ്റ് ക്ലോസ് ആകുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ തുടർന്ന് ഡൗൺ സൈഡിലേക്ക് രേഖപ്പെടുത്തിയ ടാർഗറ്റുകൾ ലഭിച്ചേക്കാം. അതിൽ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കാൻ സാധ്യതയുള്ളത് 22,269 എന്ന ലെവലാണ് എന്നാണ് ഞാൻ കരുതുന്നത്. 48,165 എന്ന ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന സപ്പോർട്ട്. അതായത് ഇന്നത്തെ ലോ തന്നെയാണ് ഓൾമോസ്റ്റ്, അത് ക്ലോസ് ആയ ലെവൽ തന്നെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. എന്നാൽ അതിന് താഴെ 48,046 എന്ന ഒരു മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ മുകളിലേക്ക് ഒരുപാട് മൈനർ റെസിസ്റ്റൻസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവ 48,555, 713, 849, 973, 49,109 എന്നിങ്ങനെ കഴിഞ്ഞ ദിവസം തന്നെ മുകളിൽ രേഖപ്പെടുത്തിയിരുന്ന ലെവലുകൾ തന്നെയാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് മൈനർ സപ്പോർട്ട് ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിൽ ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആകുന്നു എന്ന് വന്നാൽ ഗ്രാജുവലി ഈ ലെവലിന് മുകളിലോട്ട് ക്ലോസ് ആയേക്കാം. അത്തരത്തിൽ ഒരു ക്ലോസിംഗ് കിട്ടുകയാണെങ്കിൽ വീണ്ടും ഡൗൺ സൈഡ് കിട്ടുമ്പോൾ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് പ്രധാന ടാർഗറ്റ് 47,923 എന്ന ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിൽ ഒരു ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് പ്രൈസ് മൂവ് ചെയ്യുന്നു എന്ന് വന്നാൽ പ്രൈസ് വീണ്ടും വീക്ക് ആയേക്കാം എന്നുള്ളതാണ്. അത്തരത്തിൽ 47,841 എന്ന ലെവലിന് താഴോട്ട് ഒരു ക്ലോസിംഗ് ലഭിക്കുന്ന പക്ഷം പ്രൈസ് കുറച്ചും കൂടി സ്ട്രോങ് ആയി വീണേക്കാം എന്നുള്ളതാണ് കണക്കാക്കുന്നത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് 47,662, 383, 47,067 എന്നിങ്ങനെയുള്ള ലെവലുകൾ. 74,043 എന്ന ലെവൽ, അതായത് ഇന്നത്തെ ക്ലോസിംഗ് ലെവൽ തന്നെയാണ് സെൻസെക്സിൽ നമുക്ക് ഒരു പ്രധാന സപ്പോർട്ടായി കരുതാവുന്നത്. അതിന് തൊട്ട് താഴെ 73,952 എന്ന ലെവലാണ് ഒരു മൈനർ സപ്പോർട്ടായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാന റെസിസ്റ്റൻസുകളായി മുകളിലോട്ട് 74,534, 696, 835 എന്നിങ്ങനെയുള്ള ലെവലുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നവ നിങ്ങൾക്കിവിടെ സ്ക്രീനിൽ കാണാമെന്നാണ് കരുതുന്നത്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള മൈനർ സപ്പോർട്ട് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് ഈ 74,534 എന്ന ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിൽ ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് പ്രൈസ് മൂവ് ചെയ്യുന്നു, ക്ലോസിങ്ങുകൾ തരുന്നു എന്ന് വന്നാൽ തുടർന്ന് മുകളിൽ രേഖപ്പെടുത്തിയ ടാർഗറ്റുകൾ 1 by 1 ആയി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഒരു ഫാളിംഗ് സിംപ്റ്റം കാണിക്കാൻ വേണ്ടി ലഭിക്കേണ്ടത് 73,803 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ
ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിൽ ഒരു ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേൺ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് വീണ്ടും പ്രൈസ് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആകുന്നു എന്ന് വന്നാൽ വീണ്ടും പ്രൈസ് ഇൻഡെക്സ് വീക്ക് ആയേക്കാം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ നിങ്ങൾക്ക് കാണാം എന്നാണ് കരുതുന്നത്. 73,653, 359, 73,106 എന്നിങ്ങനെയുള്ള അല്പം ലെങ്തിയായ ടാർഗറ്റ് ലെവലുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള 3 ഇൻഡെക്സുകളുടെയും ട്രേഡിംഗ് പ്ലാൻ. നിങ്ങൾക്കറിയാം, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. ഇതൊരു ബൈയിങ് സജഷനോ അങ്ങനെ ഒന്നുമല്ല. പഠനാർത്ഥം തയ്യാറാക്കുന്നു എന്ന് മാത്രം. നിങ്ങൾക്കും ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ റിസ്ക് പൂർണ്ണമായും നിങ്ങളുടേത് തന്നെയാണ്. ഗുണകരമാണ് നമ്മളുടെ ട്രേഡിംഗ് പ്ലാൻ. അത് നിങ്ങൾക്കും പ്രയോജനപ്പെടുന്നു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിനും നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കുന്ന മൂവ്മെൻറ്റ് എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്